ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയും. അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയും. അതായത് നിങ്ങൾ ഹോർമോണുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, രാസസന്ദേശങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ എൻഡോക്രൈൻ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഈ എൻഡോക്രൈൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വഴി ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ചില സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോഡിയിൽ നടക്കുന്നത്. ഓക്കെ, അല്ല എന്താണ് നിനക്ക് എന്താണ് മെറ്റബോളിസം നടത്തണം, അല്ലെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷൻ വേണം, അല്ലെങ്കിൽ എന്താണ് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആക്കി മാറ്റണം. ഇങ്ങനെയുള്ള കുറെ സന്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോർമോൺസ് പരിശ്രമിക്കുന്നത്. അപ്പോ നിങ്ങൾ ന്യൂറോൺസ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, നെർവസ് സിസ്റ്റം. അതെന്തിനാ? ഞാനൊരു റീലിൽ ചോദിച്ചിരുന്നു, ഇതെന്താ രണ്ട് പോസ്റ്റ്മാൻ? എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂറോ റെസ്പോൺസസ് അത് വളരെ ഫാസ്റ്റ് ആണ്. അതായത് കൈയനക്ക്, ഓക്കെ, അങ്ങോട്ടോട് ഇങ്ങോട്ടോട്, കണ്ണടക്കി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ന്യൂറോൺസ് വഴിയുള്ള സംഭവമാണ്. ന്യൂറോൺസിന്റെ സിഗ്നൽസ് വെച്ചിട്ടുള്ളത് വളരെ ഷോർട്ട് പീരീഡിൽ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോൺ വഴിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലോ അത് പതുക്കെ ആക്ട് ചെയ്യുള്ളൂ, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരാളുടെ വളർച്ചയിൽ ഹോർമോൺസ് പങ്കുവഹിക്കുന്നുണ്ട് അല്ലെ. പെട്ടെന്ന് വന്നിട്ട് ഒന്ന് വളർന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കുട്ടി വളർന്നു പോവോ? ഇല്ലല്ലോ. പതുക്കെ 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 പ്രവർത്തിച്ചാണ് സംഭവം നടക്കുന്നത്. പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഹോർമോൺസുകളും ഉണ്ട്, ഇപ്പൊ അഡ്രിനാലിൻ പോലെയുള്ളത്. കാരണം എന്താണെന്ന് അറിയോ? അത് എമർജൻസി സിറ്റുവേഷൻസിലാണ് പ്രവർത്തിക്കുക. എമർജൻസി സിറ്റുവേഷനിൽ പതുക്കെ ഓടിയാൽ മതി, പതുക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഹോർമോൺസ് ഉണ്ട്, പക്ഷെ പൊതുവെ ഹോർമോൺസ് പതുക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ പതുക്കെ വേണ്ട ബോഡി ആക്ഷൻസ് ആയിട്ടുള്ള മെറ്റബോളിസം പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ. മെറ്റബോളിസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഒരാളുടെ വളർച്ച, ലൈംഗിക ആസക്തി, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹോർമോൺസ് മുഖേനയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ആവശ്യം? ഓക്കെ, എന്തുകൊണ്ടാണ്? ദ എൻഡോക്രൈൻ സിസ്റ്റം റിലൈസ് ഓൺ ഹോർമോൺസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ബ്ലഡ് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു കുഴലിൽ കൂടെ അല്ലേ പോകുന്നത്. ശ്വാസം എങ്ങനെയാണ്? ഒരു കുഴലിൽ കൂടെ അല്ലേ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് എത്തുന്നത്, രണ്ട് ശ്വാസകോശത്തേക്ക്. നമ്മുടെ ഹോർമോൺ ഉണ്ടല്ലോ അത് നേരെ ബ്ലഡിലോട്ടാണ് ആര് സ്രവിക്കുന്നത്? എൻഡോക്രൈൻ സിസ്റ്റം ഓരോന്നും. ഇപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പല ആൾക്കാരുണ്ട്. ഇപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ഉണ്ട്, പിന്നെന്താ പറയാ, പലതരം ഗ്രന്ഥികളുണ്ടല്ലോ, പാൻക്രിയാസ് ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ എന്താണ്? ഈ ഹോർമോൺസ് ഒക്കെ നേരെ ബ്ലഡിലോട്ടാണ് സ്രവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കുഴലിൽ കൂടെ പോകാത്തോണ്ട് ഡക്ട്ലെസ് ഗ്ലാൻസ് എന്നും ഒരു പേരുണ്ട് കേട്ടോ. അപ്പൊ endocrine system relies on hormones released into the bloodstream, which is slower but longer lasting. Okay, കൂടുതൽ സമയം നിലനിൽക്കും. നെർവസ് സിസ്റ്റം എങ്ങനെയാണ്? The nervous system coordinate the responses such as reflexes and muscle contractions. പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ റിഫ്ലക്സും മസിൽ കോൺട്രാക്ഷൻസും ഒക്കെയാണ് നമ്മുടെ nervous system ചെയ്യുന്നത്. Endocrine system is responsible for the processes like മെറ്റബോളിസം ആൻഡ് റീപ്രൊഡക്ഷൻ. മെറ്റബോളിസം, പിന്നെ അതുപോലെ തന്നെ ഒരാൾ കൈമാറ്റത്തിലേക്കൊക്കെ എത്തുന്നതും ആ സമയത്തൊക്കെ എന്താണ്? നമ്മുടെ ഹോർമോൺസ്, എൻഡോക്രൈൻ സിസ്റ്റം ആണ് കൂടുതൽ അവിടെ പ്രവർത്തിക്കുന്നത്. ദ എൻഡോക്രൈൻ സിസ്റ്റം കംപ്രൈസസ് ഗ്ലാൻഡ്സ് ദാറ്റ് സെക്രേറ്റ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് നോൺ ആസ് ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ത് ചെയ്യണേ? കുറച്ച് സെക്രേറ്റ് ചെയ്യുന്ന സാധനം എന്താണ്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ഓക്കെ, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ് എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിൽ ഈ സംഭവം കേൾക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിലൂടെ ഇതിങ്ങനെ പോയി 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 നമ്മളുടെ ഒരു ലക്ഷ്യസ്ഥാനത്ത്, ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തി എന്തൊക്കെ? ഈ മെറ്റബോളിസം, ഡൈജഷൻ, ബ്ലഡ് പ്രഷർ, ഗ്രോത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. കേട്ടോ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും തമ്മിൽ ബന്ധമില്ലെങ്കിലും അവർ പല തലത്തിലും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാന കക്ഷിയായിട്ടുള്ള ഒരു ഹൈപ്പോതലാമസ് ഉണ്ട്. ഇതെന്താണ്? നമ്മുടെ തലച്ചോറിലുള്ളതാണ്. അത് നെർവസ് സിസ്റ്റം ആയിട്ടും ബന്ധമുണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം ആയിട്ടും ബന്ധമുണ്ട്. ഓക്കെ, ദേ ആർ ലിങ്ക്ഡ് ബൈ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈനി കളക്ഷൻ ഓഫ് ന്യൂക്ലിയൈ at the base of forebrain
that controls an astonishing amount of human behavior. നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മളുടെ ഒരുപാട് സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, ഇൻക്ലൂഡിങ് ഇമോഷണൽ ആൻഡ് സ്ട്രെസ് റെസ്പോൺസസ്. നമ്മുടെ ഇമോഷണലും സ്ട്രെസ് റെസ്പോൺസും ഉൾപ്പെടെ പല കാര്യങ്ങളും ഹൈപ്പോതലാമസ് നിയന്ത്രിക്കുന്നുണ്ട്. ഹൈപ്പോതലാമസ് വേറൊരു ചേട്ടന്റെ ഒപ്പം കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിറ്റ്യൂട്ടറി എന്ന് പറയും, അവിടേക്ക് എത്താട്ടോ. അപ്പൊ ഹൈപ്പോതലാമസ് സ്ലീപ്പ്, ഹങ്കർ, തേഴ്സ്റ്റ്, ലിബിഡോ. ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഹൈപ്പോതലാമസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡിനെ ഇത് ചെയ്യും, എന്താണ്, ഉത്തേജിപ്പിക്കും അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കും. ഓക്കെ, എന്നിട്ട് അതിനെ ചിലപ്പോ ചില ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ പറയും, അല്ലെങ്കിൽ ചില ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കണ്ട എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ റിലീസിങ് ഹോർമോൺസ്, ചില ഹോർമോൺസ് റിലീസ് ചെയ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ റിലീസ് ചെയ്യണ്ട എന്ന് പറയും. ഓക്കെ, അങ്ങനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഹൈപ്പോതലാമസ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് എന്താണ്, കുഴലില്ല നമ്മൾ പറഞ്ഞില്ലേ, ഈ കുഴലിൽ കൂടെ ഒന്നും അല്ല നമ്മുടെ ഹോർമോൺസ് പോവാ. അവര് നേരെ ബ്ലഡ് സ്ട്രീമിലോട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പറയും? ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അവരുടെ സെക്രീഷൻസിനെ ഹോർമോൺസ് എന്ന് പറയും. അതിന് ഹോർമോൺസിന്റെ ഡെഫിനിഷൻ ഇപ്പൊ പുതിയതായിട്ടൊരു പുതിയ ഡെഫിനിഷൻ ആണ് ഉപയോഗിക്കുന്നത്. എന്നാലും പറയാം, ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് and released into the blood and transported to distantly located target organs has current scientific definition as follows. ഇത് ആദ്യമൊക്കെ എങ്ങനെയാ പറയുന്നത്? എന്താണ്, ഒരു ടാർഗറ്റ് ഓർഗനിലേക്ക് എത്തുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മളുടെ ഒരു മനസ്സിലാക്കനുസരിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് മാത്രമല്ല, നമ്മുടെ ഹൃദയം പോലത്തെ ഓർഗൻസ് ഉണ്ടല്ലോ, അവരും ഇതുപോലെ എന്താ പറയാ, ഈ ഹോർമോൺസ് സ്രവിക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ ഇൻക്ലൂഡഡ് ആവുന്ന തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ പുതിയ ഡെഫിനിഷൻ, ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയന്റ് കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് and are produced in trace amounts. Okay, അപ്പൊ അതായത് ഇതിപ്പോ ഇതിൽ ഈ ഒരു ഡെഫിനിഷൻ നോക്കി, ഈ ഒരു ഡെഫിനിഷനിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ മാത്രമല്ല, ഹൃദയം പോലത്തെ പല ഓർഗൻസും ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിഷൻ മാറ്റിയത്. നോൺ ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ, ന്യൂട്രീഷൻ നമുക്ക് തരുന്നതല്ല, പക്ഷെ പല പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഹോർമോൺസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹോർമോൺസ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ഓരോരോ സ്ഥലങ്ങൾ നോക്കാം. ഇവിടെ ആയിട്ട് എന്തുണ്ട് എന്നറിയാമോ? ഹൈപ്പോതലാമസ് ഉണ്ട്. അതിന്റെ താഴെയായിട്ട് ഇവിടെയാണ് ഇങ്ങനെ പിറ്റ്യൂട്ടറി ഉണ്ട്. ഓക്കെ, ഇവിടെയായിട്ട് പീനിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്. പീനിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു നട്ട് പോലെ, ഒരു പീനട്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. തൊണ്ടയുടെ അവിടെ ആരാ ഉള്ളതെന്ന് അറിയാമോ? തൊണ്ടയുടെ അവിടെ നമ്മുടെ തൈറോയിഡ് ഉണ്ട്. തൈറോയിഡിന്റെ അടുത്ത് തന്നെ എന്തുണ്ടെന്ന് അറിയാമോ? പാരാതൈറോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. തൈറോയിഡ് ഗ്രന്ഥി ചെയ്യുന്ന പരിപാടികൾക്ക് പാര വെക്കുന്ന പരിപാടിയാണ് പാരാതൈറോയിഡ് ചെയ്യാട്ടാ. പറഞ്ഞുതരാം. പിന്നെ ഇവിടെ എന്തുണ്ടെന്ന് അറിയാം? യുവത്വ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്ന തൈമസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ വൃക്ക കണ്ടില്ലേ? ഈ വൃക്കയുടെ മുകളിൽ ഇങ്ങനെ തൊപ്പി പോലെ ഇരിക്കുന്ന ഒരാളുണ്ട്. ഇവിടെ തൊപ്പി പോലെ ഇരിക്കുന്ന ഒരാളെ കണ്ടോ? അതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. പിന്നെ ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം കണ്ടോ? ഇതാണ് പാൻക്രിയാസ്. ഓക്കെ, ഇവിടെ ടെസ്റ്റിസ് ഉണ്ട്. സ്ത്രീകളിലാവുമ്പോൾ അത് ഓവറിയാണ്. ഓക്കെ, ചെറിയൊരു പനിയുടെ തുടക്കം ഉണ്ട് തോന്നുന്നു, അതുകൊണ്ട് തീരെ സുഖമില്ല. അതാണ് ലൈവ് ക്ലാസ് വെക്കാതിരുന്നത്. 2 ദിവസമായി ഈ പ്രശ്നം, അതുകൊണ്ട് കുറച്ചൊരു എനർജി കുറവുണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. The endocrine glands and hormones producing diffused tissues located at different parts of our body constitute endocrine system. അതായത് ഹോർമോൺസ് ഉണ്ടാക്കുന്ന പല ഗ്ലാൻഡുകളും അതുപോലെ തന്നെ ഹോർമോൺ ഉണ്ടാക്കുന്ന ചില ടിഷ്യൂസ്, ഓക്കെ, അതൊക്കെ പല സ്ഥലത്തായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ട്. അതിനുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, അഡ്രിനൽ, പാൻക്രിയാസ്, പാരാതൈറോയിഡ്, തൈമസ്, ഗൊണാഡ്സ്. ഗൊണാഡ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാൽ ടെസ്റ്റിസ്, മെയിൽസിൽ ടെസ്റ്റിസും ഓവറി ഫീമെയിൽസിലും. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം. പിന്നെ ഇതിന്റെ ഒപ്പം ബാക്കി ചില ഓർഗൻസും ചേരും. എന്താണെന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ഓക്കെ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ലിവർ കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. കിഡ്നി കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഹാർട്ടും കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹൈപ്പോതലാമസിനെ പറ്റി
നോക്കി തുടങ്ങാം. ഇങ്ങനെ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം കേട്ടോ. ഹൈപ്പോതലാമസ് എങ്ങനെ? ദ ഹൈപ്പോതലാമസ് ഇറ്റ്സ് ദ ബേസൽ പാർട്ട് ഓഫ് ദി ഡൈസെഫലോൺ. ഡൈസെഫലോൺ എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിൻ്റെ പാർട്ടാണ് കേട്ടോ. ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഒക്കെ അടങ്ങിയിട്ടുള്ള ഏരിയയാണ് ഡൈസെഫലോൺ എന്ന് പറയുന്നത്. ഓക്കെ, എൻസിആർട്ടിലുള്ള വാക്കായതുകൊണ്ട് ഡയൻസെഫലോൺ എന്ന് പറഞ്ഞ വാക്ക് ഓർത്തു വെക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഗ്രൂപ്സ് ഓഫ് ന്യൂറോസെക്രീറ്ററി സെൽസ് കോൾഡ് ന്യൂക്ലി വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ ന്യൂറോസെക്രീറ്ററി സെൽസ് ഉണ്ട്. These hormones regulate the synthesis and secretion of pituitary hormones. അപ്പോൾ ഈ ഹൈപ്പോതലാമസിന്റെ ഈ സെൽസ് എന്ത് ഉണ്ടാക്കുന്നത്? ഹോർമോൺസ് ഉണ്ടാക്കുന്നു. അത് എന്തിനാണ്? പിറ്റ്യൂട്ടറി സെൽസ്, പിറ്റ്യൂട്ടറി എന്ന് വരുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് വരുന്ന ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരമുണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസിങ് ഹോർമോൺസ് ആണ്. റിലീസിങ് ഹോർമോൺ ആണ്. അതായത് പിറ്റ്യൂട്ടറി പോയിട്ട് പറയും ഇതാ വേഗം ഹോർമോൺസിനൊക്കെ വിട്ടോ എന്ന് പറയും. മറ്റെന്താണെന്നറിയോ? ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ആണ്. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് പറഞ്ഞാൽ എന്താ? പിറ്റ്യൂട്ടറി പോയിട്ട് പറയും ഇതിപ്പോ വിടണ്ടെന്ന് തലാമസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പൊ ഹൈപ്പോതലാമിക് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയും. ഗൊണാഡോട്രോപ്പിൻ അതൊരു ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, GnRH. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് ഗൊണാഡോട്രോപ്പിൻസ് വിടാൻ പറയും. ഈ ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ഹോർമോൺസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ട് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി പോയിട്ട് പറയും സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ വിടണ്ടാണ്. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് ഹോർമോൺ ആണ്. ഓക്കെ, അപ്പൊ സൊമാറ്റോസ്റ്റാറ്റിൻ വിട്ടിട്ട് എന്ത് പറയും? ഇൻഹിബിറ്റ് ചെയ്യും. എന്ത്? സൊമാറ്റോട്രോപ്പിൻ അഥവാ ഗ്രോത്ത് ഹോർമോൺ വിടണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ റിലീസിങ് ഹോർമോൺ ഒരു ഉദാഹരണം എന്താണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഒരു ഉദാഹരണം എന്താണ്? somatostatin. Okay, these hormones originating in the thalamic neurons pass through axons. Axon എന്താണെന്ന് അറിയാലോ? നമ്മുടെ ന്യൂറോൺ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ ഒരു വടിയില്ലേ, അങ്ങനെയൊക്കെ പോകുന്നത്. വടയൊന്നും ഭംഗിയുണ്ടാവില്ല. അപ്പൊ ആ സംഭവം ആക്സോൺ. അപ്പൊ ആക്സോണിൽ കൂടെ പോയിട്ട് നെർവ് എൻഡിങ്ങിൽ കൂടെ ഈ നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. These hormones reach pituitary gland through a portal circulatory system and regulate the functions of anterior pituitary. പിറ്റ്യൂട്ടറിക്ക് രണ്ട് ഭാഗം ഉണ്ട്, ആന്റീരിയറും പോസ്റ്റീരിയറും. ഓക്കെ, അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിക്ക് എത്തിയിട്ട് നോക്ക്, നമ്മുടെ പിറ്റ്യൂട്ടറിനെ കാണിച്ചു. ഇപ്പൊ ഹൈപ്പോതലാമസ് ഇവിടെ, ഹൈപ്പോതലാമസിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു പോർട്ടൽ കണ്ടല്ലേ, ബ്ലഡ് വെസൽസ് കണ്ടല്ലേ, അതാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. അങ്ങനെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറിക്ക് എത്തുന്നത്. അവിടെ പോയിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഇതാ കണ്ട, ഹൈപ്പോതലാമസിന് ഡയറക്റ്റ് കണക്ഷനാണ്, ഡയറക്റ്റ് നെർവ് വെച്ചിട്ടുള്ള കണക്ഷനാണ്. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷൻ ഓഫ് ദി ഹൈപ്പോതലാമസ് ആണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, മറ്റേത് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, the pituitary gland sits just below hypothalamus. ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഇരിക്കുന്നത്. It consists of two lobes. രണ്ട് ലോബ്സ് ഉണ്ട്. ഒന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറി, മറ്റേത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. Hypothalamus is connecting and communicates with your anterior lobe through a network of blood vessels. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു പോർട്ടൽ ഉണ്ടെന്ന്. ആ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസിലൂടെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് നമ്മുടെ ഹൈപ്പോതലാമസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് എന്താണ്? ഡയറക്റ്റ് ന്യൂറോൺ കണക്ഷൻ ആണ്. ഡയറക്റ്റ് ന്യൂറോൺ കണക്ഷൻ ആണ്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് യുവർ പോസ്റ്റീരിയർ ലോബ് ബൈ എ ടിഷ്യൂ കോൾഡ് പിറ്റ്യൂട്ടറി സ്റ്റോക്ക്. പിറ്റ്യൂട്ടറി സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ വെച്ചിട്ടാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ആര്? ഹൈപ്പോതലാമസ്. ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ എ ബോണി കാവിറ്റി കോൾഡ് സെല്ല ടൂർസിക്ക. ഓക്കെ, ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. NCERT അതേപോലെ എടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഓർത്ത് വെക്കണം. സെല്ല ടൂർസിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണി ക്യാവിറ്റിയിലാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ആറ്റോണോമിക്കലി ഇൻടു അഡിനോഹൈഫോസിസ് ആൻഡ് ന്യൂറോഹൈഫോസിസ്. അഡിനോഹൈഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആന്റീരിയർ പിറ്റ്യൂട്ടറി തന്നെ. ന്യൂറോഹൈഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസ്റ്റീരിയർ തന്നെ. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കൂ. ഇനി ഈ അഡിനോഹൈഫോസിസിനെ രണ്ട് പോർഷൻ ആയിട്ട്, ശരിക്കും മൂന്ന് പോർഷൻ ആണ്, പക്ഷെ NCERT രണ്ട് പോർഷനെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പാർ ഡിസ്റ്റിൽസും
രണ്ടാമത്തത് പാർ ഇന്റർമീഡിയറ്റ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പടത്തിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അഡിനോ ഹൈപ്പോസിസ് അഥവാ നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഇവിടെ പാർസ് ട്യൂബേഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അത് നമ്മുടെ NCERT പറയുന്നില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട. പിന്നെ പാർസ് ഇന്റർമീഡിയറ്റ് ഉണ്ട്, പിന്നെ പാർസ് ഡിസ്റ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള എന്ത് ആന്റീരിയർ പിറ്റ്യൂട്ടറി അഥവാ അഡിനോ ഹൈപ്പോസിസ്. ഓക്കെ, അഡിനോ ഹൈപ്പോസിസ്. ഓക്കെ, അപ്പോ ഈ പാർ ഡിസ്റ്റൻസ് റീജിയണും ഈ പാർ ഡിസ്റ്റൻസ് റീജിയൻ ഇവിടെയാണ്, അതുപോലെ തന്നെ പാർ ഇന്റർമീഡിയറ്റ് നല്ല കണക്ഷൻ ഉണ്ട്. ഓക്കെ, the par distance region of the pituitary commonly called as anterior pituitary. ഈ ഒരു ഭാഗത്താണ് പൊതുവിൽ anterior pituitary എന്ന് പറയാം. Produces growth hormones, പിന്നെ prolactin, thyroid stimulating hormone, adenocorticotropic hormone, ACTH എന്ന് പറയും, luteinizing hormones and follicle stimulating hormones. Okay, follicle stimulating hormones. ഇതൊക്കെ എന്താന്ന് നമുക്ക് വഴിയെ നോക്കാം ട്ടോ. ഇനി ന്യൂറോ ഹൈപ്പോസിസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ദേ ഇവിടെയുള്ള സംഭവം നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് കേട്ടോ. Par intermedia secretes only one hormone called melanocyte stimulating hormone, MSH. അപ്പോ പാസ് ഇന്റർമീഡിയറ്റ് എന്താണ് ഇന്റർമീഡിയറ്റ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെലാനോ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അതായത് ഇന്റർമീഡിയറ്റിൽ M ഉണ്ട്, അതിൽ മെലാനോസൈറ്റ് എന്ന് പറഞ്ഞാലും M ഉണ്ടെന്ന് വെച്ച് ഓർത്ത് വെച്ചാൽ മതി, MSH കേട്ടോ. ഇൻ ഹ്യൂമൻസ് പാർ ഇന്റർമീഡിയറ്റ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർ ഡിസ്റ്റാലിസ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റാലിസ്, അപ്പൊ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇതിനെ മൊത്തത്തിൽ നമുക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറിയിലേക്ക് വന്ന് പിറ്റ്യൂട്ടറിയിൽ ഉള്ള ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. സോറി, അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺ ആണ് ഫസ്റ്റത്തെ കളിയിലുള്ളത്. സെക്കൻഡില് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്നിട്ട് ഏത് ഹോർമോണിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്തേതിൽ എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ടേബിൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. അതെന്ത് ചെയ്യുന്നു? ഗ്രോത്ത് ഹോർമോൺ ആണ് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ നടക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് goes directly into long bones and big muscles to stimulate growth. Okay, അപ്പൊ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ട്ടോ, അത് ശ്രദ്ധിക്കണേ. റിലീസിങ് ഹോർമോൺ എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് ഹോർമോണിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ മസിൽസിലേക്കൊക്കെ പോയി അവരൊക്കെ വലുതാവാൻ പറയുന്നു. ഓക്കെ, ഇനി ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഈ റിലീസിങ് എന്നുള്ള വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, റിലീസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ ഗോണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് നമ്മുടെ പിറ്റ്യൂട്ടറി ചെല്ലുമ്പോ എന്ത് സംഭവിക്കും? പിറ്റ്യൂട്ടറി എന്താ ചെയ്യാ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള FSH-ഉം ല്യൂട്ടനൈസിങ് ഹോർമോൺ ആയിട്ടുള്ള LH-ഉം വിടും. ഓക്കെ, എന്നിട്ട് ഇതെന്ത് ചെയ്യും? ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോണാഡോട്രോപ്പിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്ത് ചെയ്യും? ഗൊണാഡ്സിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പൊ മെയിലിൽ എന്താണ്? മെയിലിൽ എന്താണുള്ളത്? ഗൊണാഡ്സ്, ടെസ്റ്റിസ് ആണ്. സ്ത്രീകളില് ഓവറിയാണ്. അപ്പൊ ഗൊണാഡ്സിൽ പോവും. എന്നിട്ട് ഈ ഗൊണാഡോട്രോപ്പിൻസ് വരുന്നത് കാരണം FSH-ഉം LH-ഉം ആണ് നമ്മുടെ പിറ്റ്യൂട്ടറി വിടുന്നത്. ഓക്കെ, അപ്പൊ LH ടെസ്റ്റിസ് ചെന്നിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കും. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കും. ഓക്കെ, FSH എന്ത് ചെയ്യുന്നറിയോ? FSH കൺട്രോൾ സ്പേം പ്രൊഡക്ഷൻ ആണ് FSH കൺട്രോൾ ചെയ്യുന്നത്. ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ LH-ഉം FSH-ഉം എന്ത് ചെയ്യും? മെൻസ്ട്രൽ സൈക്കിളിനെ ട്രിഗർ ചെയ്യും. ഓക്കെ, അങ്ങനെ എഗ് ഉണ്ടാക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എഗ്ഗിനെ റിലീസ് ചെയ്യും. അതിനെയാണ് എന്ത് പറയാ? ഓവുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഓവുലേഷനും സ്പേം പ്രൊഡക്ഷനും കൂടി ആണല്ലോ നമുക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്തായിരിക്കും? കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അഡിനോകോർട്ടിക്കോട്രോപ്പിൻ ഹോർമോൺ റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട് കാരണം എന്ത് ചെയ്യും? അഡ്രിനൽ ഗ്ലാൻഡിലേക്കാണ് പോവുക. അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് പോയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിനോട് എന്ത് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ
കോർട്ടിക്കോട്രോപ്പിൻസ് ഉണ്ടല്ലോ അത് റിലീസ് ചെയ്യാൻ പറയും. ഹോർമോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിസോളും പിന്നെ മെറ്റബോളിസത്തിനൊക്കെ ഇത് ചെയ്യുന്ന മെറ്റബോളിസത്തിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന കോർട്ടിസോൾ ഉണ്ടല്ലോ. കോർട്ടിസോളും പിന്നെ ഇമ്മ്യൂണോ റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കോർട്ടിസോളിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ, ഇനി തൈറോട്രോപ്പിൻ എന്ന് പറഞ്ഞിട്ട് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്തിനാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട് TSH. അതെന്ത് ചെയ്യും? അത് തൈറോയിഡ് ഗ്ലാൻഡിലോട്ട് പോകും. എന്നിട്ട് തൈറോക്സിൻ റിലീസ് ചെയ്യുന്ന തൈറോയിഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺ ഉണ്ടല്ലോ, T4 ഉം T3. തൈറോക്സിനും അതുപോലെ തന്നെ ട്രയോഡോ തൈറോയിനൈനും റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞത് ആന്റീരിയറിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് പോസ്റ്റീരിയർ ഭാഗത്തിനെ പറ്റി പറയാനുണ്ട് അല്ലെ, പിറ്റ്യൂട്ടറിയുടെ. അപ്പൊ ന്യൂറോ ഹൈപ്പോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയും, പൊതുവില് പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, നോൺ ആസ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർസ് ആൻഡ് റിലീസ് ഹോർമോൺസ് കോൾഡ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയാണ് posterior portion of the pituitary release ചെയ്യുന്നത്, which actually synthesized by the hypothalamus and transported axonally to neurohypophysis. അപ്പൊ ഈ രണ്ട് ഹോർമോൺസും ആക്ച്വലി ഉണ്ടാവുന്നത് എവിടെയാണ്? ഹൈപ്പോതലാമസിലാണ്. ഹൈപ്പോതലാമസിന് ഡയറക്റ്റ് ബന്ധമുള്ളത് ആരുമായിട്ടാ? പോസ്റ്റീരിയർ ഭാഗമായിട്ടാണ്. അപ്പൊ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലൊക്കെ ഈ ഹൈപ്പോതലാമസ് ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിറ്റോസിനും വാസോപ്രസിനും എത്തുന്നു. ഓക്കെ, ഓക്സിറ്റോസിൻ എന്താ ചെയ്യുന്നത്? ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഗർഭാശയം ഉണ്ടല്ലോ, യൂട്രൈൻ മസിൽസിന്റെ കോൺട്രാക്ഷന് അതുപോലെ തന്നെ ലാക്ടേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ ഓക്സിറ്റോസിന് വേറെയും ചില ഫങ്ഷൻസ് ഉണ്ട്. എന്താണ്? ഹ്യൂമൻ ബോണ്ടിങ്, സെക്ഷൽ അറോസൽ, ട്രസ്റ്റ്, റെക്കഗ്നിഷൻ, സ്ലീപ്പ് സൈക്കിൾ, ഫീലിങ്സ് ഓഫ് വെൽബീയിങ്, ഇതൊക്കെ ആയിട്ട് ഓക്സിറ്റോസിന് ബന്ധമുണ്ട്. ഓക്കെ, ഇനി വാസോപ്രസിൻ എന്താണ്? വാസോപ്രസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹോർമോൺ ഓൾസോ കോൾഡ് ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. ഓക്കെ, അത് നമ്മളുടെ ശരീരത്തിലെ വെള്ളമായിട്ട് ബന്ധപ്പെട്ടതാണ്, വാട്ടറിന്റെ ലെവലുമായിട്ട്. ഓക്കെ, അപ്പോ വെള്ളം നമ്മുടെ ശരീരത്തിലെ വാട്ടർ ലെവൽ, വാട്ടറിന്റെ വോളിയം, അതുപോലെ ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കുന്ന ഒരു സാധനമാണ് ADH അഥവാ വാസോപ്രസിൻ എന്ന് പറയുന്നത്. ADH എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ നല്ലോണം ജലം കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി അരിച്ച് കളയാൻ വെച്ചിരുന്ന സാധനം തിരിച്ചാഗിരണം ചെയ്യുന്നത് കൂട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഹൈപ്പോതലാമസ് വേറെ ചില ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ നിങ്ങൾ നല്ലോണം കേട്ട് കാണും. ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന സാധനമാണ് ഡോപ്പമിൻ. നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സാധനം ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ ഈസ് ദ ഫീൽ ഗുഡ് ഹോർമോൺ. It gives you a sense of pleasure. It gives you motivation to do something when you are feeling pleasure. Dopamine signals the pituitary to stop releasing prolactin. Okay, അപ്പോൾ ഡോപ്പമിൻ സിഗ്നൽസ് എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറിയുടെ പ്രൊലാക്റ്റിൻ ഉണ്ടാക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനും പറയും കേട്ടോ. അപ്പോൾ ഇൻഹിബിറ്ററി ആയിട്ടും ഈ ഡോപ്പമിൻ വർക്ക് ചെയ്യും. ഈ എന്താ പറയാ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക്, മെന്റൽ ഹെൽത്ത് എന്തെങ്കിലുമൊക്കെ മെന്റൽ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഡോപ്പമിൻസ് അടങ്ങിയിട്ടുള്ള, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ മരുന്നൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ അബ്യൂസ് ചെയ്യുന്നവര് ഇത്തരം മരുന്നുകൾ വാങ്ങി കഴിക്കും. കാരണം വെച്ചാൽ ഡോപ്പമിൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പ്ലഷർ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത്തരം മരുന്നുകളൊക്കെ അബ്യൂസും നടക്കുന്നുണ്ട്. ഇനി സൊമാറ്റോസ്റ്റാറ്റിൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. സൊമാറ്റോസ്റ്റാറ്റിൻ എന്താണ്? ഒരു പ്രിവെന്റിങ്, ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. എന്തിനാണ്? ദ ഹോർമോൺ പ്രിവെന്റ്സ് ദ സെക്രീഷൻ ഓഫ് സെവറൽ അതർ ഹോർമോൺസ്. പല ഹോർമോൺസിനെ എന്താ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. അതായത് ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യും. സൈറ്റോകൈനിൻ, അതിന്റെ ഇൻസുലിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഓക്കെ, ഇൻ ടേൺ ഓൾ ദീസ് ഹോർമോൺസ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോസ്റ്റാറ്റിൻ. തിരിച്ച് എന്ത് ചെയ്യും? ഈ ഹോർമോൺസിനൊക്കെ തിരിച്ച് സൊമാറ്റോസ്റ്റാറ്റിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദ ഹൈപ്പോതലാമസ് ഓൾസോ കറക്ട്സ് ദ ഇംബാലൻസ് ഇൻ ബോഡി. പലതരത്തിലുള്ള ബോഡിയിലുള്ള പലതരത്തിലുള്ള ഇംബാലൻസ്, അതായത് ഇപ്പോ ചൂട്, അതുപോലെ സ്ട്രെസ്, ദാഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈപ്പോതലാമസ്
കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡെയിലി ബോഡി റിതംസിനെ ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓവർ സെക്രീഷൻ GH എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് ഹോർമോൺ ആണ് അല്ലെ. ഓവർ സെക്രേഷൻ ഓഫ് GH സ്റ്റിമുലേറ്റ്സ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദി ബോഡി ലീഡിങ് ടു ജൈൻജാൻഡിസം. ഓക്കെ, ജൈൻജാൻഡിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. എന്താണ്? ഗ്രോത്ത് ഹോർമോൺസ് കൂടുമ്പോ ചിലർ ഭയങ്കര പൊക്കൊക്കെ വരുന്നത് ഈ ഗ്രോത്ത് ഹോർമോൺസ് കൂടുന്നതാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺസ് വല്ലാണ്ട് കുറഞ്ഞ എന്തുണ്ടാവും? ഈ ഡോർഫിനിസം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വരും. അതായത് ആൾക്കാർ വളരെ ഉയരം കുറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് ഇതിന്റെയൊക്കെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്നത്. Prolactin regulates the growth of mammary glands and the formation of milk in them. Okay, അപ്പൊ prolactin എന്ത് ചെയ്യും? mammary glandsലും പിന്നെ അതുപോലെ തന്നെ അതിൽ മിൽക്ക് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് prolactin റെഗുലേറ്റ് ചെയ്യും. TSH എന്തിനാണ്? Stimulate the synthesis and secretion of thyroid hormones from the thyroid gland. Okay, അപ്പൊ thyroid glandൽ നിന്നുള്ള thyroid hormones ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? TSH ആണ്. ACTH എന്താണ്? ACTH ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ അഡ്രിനാൽ ഗ്രന്ഥിയിൽ പോയിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് കോർട്ടിസോളിന്റെ ഒക്കെ ഇതാണ് അത് അഫക്ട് ചെയ്യുന്നത്. ACTH stimulates the synthesis and secretion of steroid hormones called glucocorticoid from the adrenal cortex. adrenal ഗ്ലാൻഡിന് രണ്ട് ഭാഗം ഉണ്ട് കേട്ടോ, കോർട്ടക്സ് ഉണ്ട്, മിഡിൽ ഉണ്ട്. കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തെ ഭാഗം, മെഡുല എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ ഭാഗം. ഇനി LH ല്യൂട്ടിനൈസിങ് ഹോർമോൺ, പിന്നെ അതുപോലെ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ്. ഇത് രണ്ടും ഗോണാഡോ ഹോർമോൺസ് ആണ്. സ്റ്റിമുലേറ്റ്സ് ദ ഗോണാഡൽ ആക്ടിവിറ്റി ആൻഡ് ഹെൻസ് ആർ കോൾഡ് ഗോണാഡോട്രോപ്പിൻസ്. ഓക്കെ, അപ്പൊ ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആയതുകൊണ്ട് അതിനെ ഗോണാഡോട്രോപ്പിൻസ്, LH-നെ FSH-നെ ചേർത്ത് പറയും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മെയിൽസിൽ LH എന്ത് ചെയ്യും? സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. ഓക്കെ, ഈ ആൻഡ്രോജൻസ് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? ടെസ്റ്റിസിൽ നിന്നാണ്. ഓക്കെ, മെയിൽസിൽ FSH ആൻഡ്രോജൻസ് റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പേമിന്റെ പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഫീമെയിൽസിൽ എന്താ ചെയ്യാം? ഫീമെയിലില് എന്താണ്? LH ഇൻഡ്യൂസസ് ഓവുലേഷൻ ഓഫ് ഫുള്ളി മെച്യൂർ ഫോളിക്കിൾസ്. അതായത് അതിനെ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത് ഈ കോർപ്പസ് ല്യൂട്ടം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവമാണ്. സോ മെയിൻലി എഗ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇൻ ഫീമെയിൽസ് LH ഇൻഡ്യൂസസ് ഓവുലേഷൻ ഓഫ് ഫുള്ളി മെച്യൂർ ഫോളിക്കിൾസ്, അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. ആൻഡ് മെയിൻറ്റെയിൻ ദ കോർപ്പസ് ല്യൂട്ടിയം ഫോംഡ് ഫ്രം ദ remains of the Graafian follicles after ovulation. See, FSH stimulate the growth and development of the ovarian follicles in females. See, females in എന്താ പറയാ ലൈംഗിക അവയവമായിട്ടുള്ള ഓവറി ഉണ്ടല്ലോ, ഓവറിയിലാണ് എന്ത്? എഗ് രൂപപ്പെടുന്നതും. എഗ് രൂപപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വേറെയും കുറെ കാര്യങ്ങളുണ്ട്. സോ ഇതിലൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ FSH-ന് സാധിക്കും. ഓക്കെ, ഇനി MSH എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഈ MSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, M വെച്ച് ഓർത്ത് വെക്കാൻ പറഞ്ഞില്ലേ, മെലാനോസൈറ്റ്സ് എന്നാണ് പേര്. അതായത് മെലാനിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഇതാണ് എന്താണ്? മെലാനിൻ കണ്ടെയ്ൻ ചെയ്യുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൂക്കോസൈറ്റ്സ്, എറിത്രോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സെൽസ് ആണ്. ഓക്കെ, അപ്പൊ മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മെലാനിൻ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽസ് ആണ്. അപ്പൊ അത് ഈ മെലാനിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് വർണ്ണകമാണ്. അതായത് ഈ മുടിയിലും സ്കിന്നിലൊക്കെ ഉള്ള വർണ്ണകമാണ് മെലാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ MSH എന്ത് ചെയ്യും? മെലാനോസൈറ്റ്സിൽ ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ പിഗ്മെന്റേഷനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിഗ്മെന്റേഷനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് MSH എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിറ്റോസിൻ ആക്ട്സ് ഓൺ ദി സ്മൂത്ത് മസിൽസ് ഓഫ് ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദെയർ കോൺട്രാക്ഷൻ. ഓക്സിറ്റോസിൻ ഇപ്പം ഈ പ്രസവത്തിന്റെ സമയത്തൊക്കെ ഗർഭാശയമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്സിറ്റോസിൻ. ഇൻ ഫീമെയിൽസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് ദി യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത് ആൻഡ് മിൽക്ക് ഇജക്ഷൻ ഫ്രം ദി മാമറി ഗ്ലാൻഡ്സ്. വാസോപ്രസിൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ADH എന്ന് പറയുന്നതാണ്. Vasopressin acts mainly in the kidney and stimulates reabsorption of water and electrolytes by the distal tubules and thereby reduces lower water through urine. Okay, diuresis. Hence, it is also called anti-diuretic hormone. Okay.
ഹൈപ്പോകലാമിക് പിറ്റ്യൂട്ടറി ഡിസോർഡേഴ്സ്, നമ്മുടെ ഈ ഹൈപ്പോകലാമസിനും പിറ്റ്യൂട്ടറിക്കും വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ് നമുക്ക് നോക്കാം. അതായത് ഇവർ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇതിൽ ഏതിലെങ്കിലും ഒന്നിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയെ ബാധിക്കുന്നതാണ്. അപ്പം ഈ ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം ആന്റി ഡയൂററ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്, ഇത് ഡയബറ്റിസ് മെലിറ്റസിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. നിങ്ങൾ ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേഹം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നില്ലേ, അത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ, പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കണ്ടീഷൻ ഹാപ്പൻസ് വെൻ യുവർ ഹൈപ്പോതലാമസ് ഡസൻ പ്രൊഡ്യൂസ് റിലീസ് ഇനഫ് വാസോപ്രസിൻ. അപ്പൊ നമ്മൾക്ക് ആവശ്യത്തിന് വാസോപ്രസിൻ റിലീസ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് റീഅബ്സോർപ്ഷൻ, കിഡ്നിന്ന് റീഅബ്സോർപ്ഷൻ നടക്കില്ല. അപ്പൊ എന്തുണ്ടാവും, കൂടുതൽ വെള്ളവും നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രമൊഴിച്ച് പുറത്തേക്ക് പോകും. അപ്പൊ എന്തുണ്ടാവും, ഇറ്റ് ലൂസസ് ടു മച്ച് വാട്ടർ ആൻഡ് റിസൾട്ട്സ് ഇൻ എക്സസീവ് പീയിങ് ആൻഡ് തേഴ്സ്റ്റ്. ഭയങ്കര ദാഹവും ഭയങ്കരമായിട്ട് എപ്പോഴും മൂത്രമൊഴിക്കാനുള്ള ഒരു തോന്നലും ഉണ്ടാവും. മറ്റൊന്നാണ് പാർഡർ വില്ലി സിൻഡ്രോം. പ്രാഡർ വില്ലി സിൻഡ്രോം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് കേട്ടോ. ദിസ് ഇൻഹെറിറ്റഡ് ഡിസോർഡർ കോസസ് യുവർ hypothalamus not to recognize the sensation that you are full when you are eating. Without this sensation, you have a constant urge to eat and at the risk of obesity. See, പ്രാഡർ വില്ലി സിൻഡ്രോം, നമുക്കിപ്പോൾ കുറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ലയോ നമ്മൾ ഫുൾ ആയിന്ന്. ഈ തോന്നൽ വരുന്നത് ആക്ച്വലി ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിൻഡ്രോം വരുന്നവർക്ക് ഇത് ആക്ച്വലി എന്തായിരിക്കും, ഹോർമോണൽ ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് കഴിക്കുമ്പോൾ ഫുള്ളായി എന്നുള്ള സംഭവം മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഒബീസിറ്റി എന്ന് പറഞ്ഞ പ്രശ്നം വരും. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ വണ്ണം വെക്കുന്ന പ്രശ്നം. പിന്നെ കല്ലമാൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിൻഡ്രോം ഉണ്ട്. ദിസ് സിൻഡ്രോം ഹാസ് എ ജനറ്റിക് ലിങ്ക് ടു ഹൈപ്പോതലാമിക് ഡിസീസ്. ജനറ്റിക് ലിങ്ക് ഉണ്ട്. ഓക്കെ, ഒരു ജനിതകമായിട്ടുള്ള രോഗമാണ്. കോസിങ് ഹൈപ്പോതലാമിക് പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ആസ് ഡിലേഡ് ഓർ നോ പ്യൂബർട്ടി. അതായത് കുട്ടികൾ വളരാതിരിക്കുന്ന അവസ്ഥ, കൗമാരത്തിലേക്ക് എത്താതെ അവിടെ ഇങ്ങനെ കൗമാരത്തിലേക്ക് എത്താത്ത ഒരവസ്ഥ വരും. ഓക്കെ, അതിനെയാണ് കല്ലമൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതൊക്കെ ഭയങ്കര വളരെ ഇതാണ് കേട്ടോ, കുറവാണ്. അക്രോമെഗലി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ജൈന്റാൻഡിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രോത്ത്, എക്സസീവ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ അക്രോമെഗലി എന്നൊക്കെ പറയുമ്പോഴേ ചിലരുടെ മുഖം മാത്രം ഭയങ്കര നല്ല ഉയരം വെക്കും, പിന്നെ മുഖം അങ്ങനെ ഭയങ്കരമായിട്ട് നീണ്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നും. ഓക്കെ, അത് ഈ അക്രോമെഗലിയെ കാരണമാണ്. എന്താണ്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് കുറയുന്നുണ്ടാവും, എക്സസ് ആയിട്ട് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വളരെ കൂടുതൽ വലുതാവും ആളുകൾ. ഓക്കെ, ഇനി പീനിയൽ ഗ്ലാൻഡിനെ പറ്റി നോക്കാം. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഗ്ലാൻഡ് ആണ്, ഒരു നട്ട് ഷേപ്പിൽ, ഒരു പീനട്ട് പോലുള്ള അത്രേ ഉള്ളൂ. തലാമസിന്റെ ഒക്കെ അടിയിലായിട്ട് ഒരു കുഞ്ഞു സാധനമാണ് നമ്മളുടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹൈപ്പോതലാമസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ആയിട്ട് നമ്മുടെ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, the pineal gland is located on the dorsal side of the forebrain. Forebrainന്റെ dorsal sideലാണ് pineal gland locate ചെയ്തിരിക്കുന്നത്. The pineal gland is small P-shaped gland. വളരെ കുഞ്ഞു ഗ്ലാൻഡ് ആണ്, P-shaped ആണ്. Pineal gland secretes hormone called മെലാട്ടോണിൻ. ഈ മെലാട്ടോണിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സർക്കാഡിയൻ റിതം എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ കൃത്യമായിട്ട് രാത്രി ഉറക്കം വരുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്? അത് നമ്മുടെ ഈ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഡൈയൂറിനൽ എന്നുള്ള ഒരു വാക്ക് കണ്ടോ? ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളാണ് ഡൈയൂറിനൽ എന്ന് പറയാം. അപ്പൊ 24 മണിക്കൂറിൽ ഈ ഒരു നമ്മുടെ ബോഡിയുടെ റിതം പാലിക്കുന്നത് ആരാണ്? മെലാട്ടോണിൻ ആണ്. അതായത് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ. അപ്പൊ അതുപോലെ തന്നെ മെലാട്ടോണിൻ നമുക്ക് കൃത്യസമയത്ത് ചിലപ്പോൾ വിശക്കാറില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, മെലാട്ടോണിന്റെ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ മെലാട്ടോണിൻ ഈ നമ്മളിങ്ങനെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് സർക്കാഡിയൻ റിതം. ഓക്കെ, സർക്കാഡിയൻ റിതം. ഓക്കെ, ഇതിന് പിഗ്മെന്റേഷനിലും മെൻസ്ട്രൽ സൈക്കിളിലും ഒക്കെ ബന്ധമുണ്ട് കേട്ടോ, ഈ ഒരു മെലാട്ടോണിൻ പറഞ്ഞ സാധനത്തിന്. യുവർ പീനിയൽ ഗ്ലാൻഡ് റിലീസസ് ഹയസ്റ്റ് ലെവൽ ഓഫ് മെലാട്ടോണിൻ വെൻ ദർ ഇസ് ഡാർക്ക് and decreases the melanin production when you are exposed to light. Okay, അപ്പോൾ ഡാർക്ക് ആവുമ്പോൾ എന്തുണ്ടാവും, മെലാട്ടോണിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഉറക്കം വരും. കുറച്ച് ലൈറ്റ് മാത്രമല്ല, അത്യാവശ്യം ലൈറ്റിൽ എക്സ്പോസ് ആവുമ്പോൾ എന്തുണ്ടാവും, മെലാട്ടോണിൻ കുറച്ച് ഉൽപ്പാദിപ്പിക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ലൈറ്റിലൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്തത്. പക്ഷെ നല്ല ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. In other words, you have low levels of melatonin in your
body during daylight hours and peak levels of melatonin during night time. Okay. ഇനി നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡ് നോക്കാം. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് അറിയാലോ? ഈ കൊരവള്ളിയുടെ അവിടെ ഉണ്ടാവുക. കൊരവള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിയ കേട്ടോ. The thyroid gland is composed of two lobes which are located on either side of trachea. ട്രക്കിയയുടെ രണ്ട് ഭാഗത്ത് ഇരിക്കുന്ന സാധനമാണ്. Both lobes are interconnected with a thin flap of connective tissues called isthmus. അപ്പൊ isthmus എന്ന് പറഞ്ഞ പേര് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. The both lobes are interconnected with a thin flap of connective tissues called isthmus. The thyroid gland is composed of follicles and stromal tissues. Follicle and stromal tissues ആണ് thyroid gland ഉണ്ടാക്കിയിരിക്കുന്നത്. Each thyroid follicle is composed of follicular cells enclosing a cavity. അപ്പോൾ ഓരോ തൈറോയിഡ് ഫോളിക്കിളും കമ്പോസ് ചെയ്തിരിക്കുന്നത് ഫോളിക്കുലാർ സെൽസ് കൊണ്ടാണ്. ഒരു enclosing a cavity. These follicular cells synthesize two hormones. അപ്പോൾ രണ്ട് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. T4 ഉം T3 കേട്ടോ. ടെട്രാ അയഡോതൈറോണൈൻ ആൻഡ് തൈറോക്സൈൻ. ഓക്കെ ഓക്കെ ടെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓർ തൈറോക്സിൻ ആണോ? സോറി, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ടെട്രാ അയഡോതൈറോണൈൻ അല്ലെങ്കിൽ ട്രൈ അയഡോതൈറോണൈൻ. ട്രൈ എന്ന് കാണുമ്പോൾ T3 എന്നും ടെട്രാ എന്ന് കാണുമ്പോൾ 4 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ തൈറോക്സിൻ പൊതുവെ പറയുന്നത് ടെട്രാ അയഡോതൈറോണൈനാണ്. ഇനി ട്രൈ അയഡോതൈറോണൈൻ എന്ന് പറയുന്നത് T3 ആണ്. അപ്പൊ അയഡോ എന്ന് കണ്ടില്ലേ? അപ്പൊ അയഡോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ അർത്ഥം? അയഡിൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അയഡിൻ എന്ന് പറയുന്നത് ഭയങ്കര എസെൻഷ്യൽ ആണ്. തൈറോയിഡ് ഗ്രന്ഥിയിലെ തൈറോക്സിനൊക്കെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അയഡിൻ എന്ന് പറയുന്നത്. നമ്മൾ കടൽ മത്സ്യങ്ങളിലൊക്കെ ധാരാളം ഉള്ള സാധനമാണ് അയഡിൻ. ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ യുവർ ഡയറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പോതൈറോയിഡിസം. കുറയുമ്പോൾ എന്തുണ്ടാവുക? ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും. അപ്പൊ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുമ്പോഴേ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി വിചാരിക്കും ഇനിയിപ്പോ ഞാൻ ചെറുതായി ഇരിക്കണോണ്ടാണോ എനിക്ക് അയഡിൻ തരാത്തത്, കുറച്ചങ്ങ് വലുതായേക്കാന്ന് പറഞ്ഞാൽ അങ്ങ് എൻലാർജ് ചെയ്യും. അപ്പൊ ചില ആളുകളുടെ കഴുത്ത് ഇങ്ങനെ ഭയങ്കര വലുതായി കാണാറില്ലേ? അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയാം. ഓക്കെ, ഗോയിറ്റർ എന്ന് പറയാം. അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഈ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വല്ലാണ്ട് അഫക്ട് ചെയ്യും. ഓക്കെ, ഹൈപ്പോതൈറോയിഡിസം ഡ്യൂറിങ് പ്രഗ്നൻസി കോസസ് ഡിഫക്റ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് maturation of growing baby leading to stunted growth. അതായത് ക്രെട്ടനിസം, മെന്റൽ റിട്ടാർഡേഷൻ, ലോ ഇന്റലിജന്റ് കോഷ്യന്റ്, അബ്നോർമൽ സ്കിൻ, ഡഫ് അല്ലെങ്കിൽ മ്യൂട്ടിസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിൽ പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം എന്ത് ചെയ്യാൻ പറയണം? നല്ലോണം അയഡിൻ അടങ്ങിയ ഭക്ഷണം, കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറയണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കാൽസ്യവും കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ബിക്കോസ് ഈ ഫീഡ് ചെയ്യുന്ന അമ്മമാര് പ്രത്യേകിച്ചും, കാരണം കുട്ടി പാലിൽ നല്ലോണം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടിക്ക് ഫീഡ് ചെയ്യുമ്പോൾ എന്താണ്? പാല് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കാൽഷ്യം കുട്ടിക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കാൽഷ്യം സപ്ലിമെന്റ് കഴിച്ചില്ല അല്ലെങ്കിൽ കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ കാൽഷ്യം എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒക്കെ അബ്സോർബ് ചെയ്ത് പാലിലൂടെ പുറത്തോട്ട് പോകും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ പല്ലും എല്ലും ഒക്കെ വീക്കാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രഗ്നൻസിയുടെ ഒപ്പം സ്ത്രീകൾക്ക് നടുവേദന തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പല്ലിന് ക്യാവിറ്റീസ് ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അഡൾട്ട് വുമണിൽ ഹൈപ്പോ തൈറോയിഡിസം മേ കോസ് മെൻസ്ട്രൽ സൈക്കിൾ become irregular. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അഡൾട്ട് ലേഡീസിൽ എന്തുണ്ടാവും? മെൻസ്ട്രൽ സൈക്കിളിൽ ഇറഗുലർ ആവാൻ കാരണം ഉണ്ടാവും. പിന്നെ ഈ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടല്ലോ, ഹൈപ്പർ തൈറോയിഡിസത്തിന് ഒരു കാരണം NCERT പറയുന്നത് ക്യാൻസർ ആണ്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, NCERT ഇങ്ങനെ പറയാനുള്ള പോയിന്റ് ഇട്ടുന്നുള്ളൂ. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. ഓക്കെ, ഭയങ്കരമായിട്ട് കൂടുതൽ തൈറോയിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഈ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് മെറ്റബോളിസത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപാപചയ പ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് മെറ്റബോളൈസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ചില ആളുകൾ മെലിയും. അങ്ങനെ വല്ലാണ്ട് മെലിയുമ്പോൾ ഈ കണ്ണൊക്കെ പുറത്തേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളിയ പോലെ, കണ്ണൊക്കെ പുറത്തേക്ക് ഇങ്ങനെ
തള്ളി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും, ഭയങ്കരമായിട്ട് മുഖമൊക്കെ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ട്. ഇതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയട്ടോ, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ ഡ്യൂ ടു ക്യാൻസർ ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ് ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് നൊഡ്യൂൾസ് ഇൻ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. രണ്ടാമത്തെ പോയിന്റ് ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് നൊഡ്യൂൾസ് ഇൻ ദ തൈറോയ്ഡ് ഗ്ലാൻഡ് the rate of synthesis and secretion of thyroid hormone is increased to abnormally high levels, leading to a condition called hyperthyroidism. Hyper എന്ന് പറഞ്ഞാൽ കൂടുതൽ, which adversely affects the body's physiology. അതെന്തുണ്ടാവും? ഹൈപ്പർതൈറോയിഡിസം ഉണ്ടാവുമ്പോൾ ബോഡിയുടെ ഫിസിയോളജി, അതായത് എന്താണ്, മെറ്റബോളിക് റേറ്റ് ഒക്കെ കൂടും. These hormones also support the process of red blood cells formation. Okay, തൈറോയ്ഡ് ഹോർമോൺസ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നതിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ഹോർമോൺസ് കൺട്രോൾ ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. ഓക്കെ, the maintenance of water and electrolyte balance is also influenced by thyroid hormones. The thyroid gland also secretes a protein hormone called തൈറോകാൽസിറ്റോണിൻ അഥവാ സിംപ്ലി കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു സാധനം ഉണ്ടല്ലോ, എന്തായിരിക്കും? കാൽഷ്യം ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് ബ്ലഡ് സ്ട്രീമിലുള്ള കാൽഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി പഠിക്കാം. In humans, parathyroid glands are present in the back side of the thyroid gland. Thyroid gland ബാക്കിൽ അങ്ങനെ മൊത്തത്തിൽ 4 ഉണ്ട് കേട്ടോ. one pair each in 2 lobes of the thyroid gland. അങ്ങനെ മൊത്തത്തിൽ 4 ഉണ്ട്. The parathyroid glands secrete a peptide hormone called parathyroid hormone. Okay, parathyroid hormone. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ, കാൽസിറ്റോണിൻ ചെയ്യുന്ന പരിപാടിക്ക് എതിരായിട്ടുള്ള പരിപാടിയാണ് ആര് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഹോർമോൺ ചെയ്യുന്നത്. The secretion of PTH is regulated by circulating levels of calcium ion. Okay, പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടും. ഓക്കെ, കാൽഷ്യത്തിന്റെ ലെവൽ കൂട്ടും. അപ്പോ കാൽസിറ്റോണിൻ എന്ത് ചെയ്യും? കാൽഷ്യത്തിന്റെ ലെവൽ കുറയ്ക്കും. ഇങ്ങനെ രണ്ടുപേരും കൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് കാൽഷ്യത്തിന്റെ ഒരു നിശ്ചിത അളവ് നിലനിർത്തുന്നത്. PTH acts on the bones and stimulate process of bone reabsorption, dissolution അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ. അതായത് നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിന് കാൽഷ്യം ഇല്ലെങ്കിൽ നമ്മളുടെ ഈ പാരാതോർമോൺ പോയിട്ട് എന്താ ചെയ്യാന്ന് അറിയാം? പാരാതോർമോൺ പോയിട്ട് എല്ലിൽ നിന്നൊക്കെ ഈ കാൽഷ്യം വലിച്ചെടുക്കും. ഓക്കെ, അങ്ങനെ ബ്ലഡ് ലെവലിൽ കാൽഷ്യത്തിന് കൂട്ടും. PTH also stimulates the reabsorption of Ca2+ by renal tubulus and increase Ca2+ by absorption from the digested food. Digested food നിന്നൊക്കെ Ca2+ ions ഇത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റീനൽ ട്യൂബുൾസിൽ നിന്നൊക്കെ റീഅബ്സോർപ്ഷൻ ചെയ്യാറുണ്ട്. അതായത് എങ്ങനെയെങ്കിലും കാൽഷ്യത്തിന്റെ അളവ് കൂട്ടണം എന്നുള്ളതാണ് പാരാതോർമോൺ ചെയ്യുന്നത്. It is thus clear that PTH a hyperkalamic hormone. Hyperkalamic hormone, കാൽഷ്യത്തിന്റെ അളവ് കൂട്ടുന്ന സാധനമാണ്. കലാമിക് അല്ല കേട്ടോ, കാൽസമിക് ആണ്. കലാമിക് എന്ന് പറയുമ്പോൾ സിങ്ക് ആയി, സോറി വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസസ് ദ blood Ca2+ levels along with TCT. TCT എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ എന്താണ്? കാൽഷ്യത്തിന്റെ ലെവൽ കുറയ്ക്കും. അതായത് ഈ പാരാതോർമോൺ എല്ലിൽ നിന്ന് ഫുൾ ആയിട്ട് ഈ കാൽഷ്യം വലിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻഡ് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, എല്ലിന്റെ ഒക്കെ ബലം കുറയില്ലേ? അപ്പൊ ഇമാതിരി പണി പാരാതോർമോൺ കാണിക്കുമ്പോൾ കാൽസിറ്റോണിൻ ചെയ്യുന്ന ഇത്ര കാൽഷ്യം മതി എന്ന് പറഞ്ഞ് കാൽഷ്യത്തിന്റെ ലെവൽ കുറച്ച് എല്ലിന്റെ കാര്യം കാക്കും. ഓക്കെ, അപ്പൊ ആവശ്യത്തിന് കാൽഷ്യം കഴിച്ചോ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതും പറഞ്ഞ് ഒരുപാട് കാൽഷ്യം കഴിച്ച് വെള്ളം കുടിക്കാണ്ടിരുന്ന എന്ത് സംഭവിക്കും? മൂത്രത്തിൽ കല്ലും വീഴും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം. ഇനി തൈമസ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. തൈമസും കൂടി പറഞ്ഞിട്ട് നിർത്താട്ടോ, ബാക്കി ഞാൻ പിന്നെ എടുക്കാം. നോട്ട് ഫുള്ള് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ബാക്കി ഞാൻ നാളെ എടുക്കാം, സുഖമില്ല. ഓക്കെ, the thymus gland is a lobular structure located between the lungs behind the sternum of the ventral side of aorta. Okay, sternത്തിന്റെ ബാക്കിലായിട്ട് ventral side of the aortയിലാണ്, അയോട്ടയുടെ അവിടെയാണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഇമ്മ്യൂണറി സിസ്റ്റത്തിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. കുറച്ച് പ്രായമാകുമ്പോൾ ഈ സംഭവം നിൽക്കും. അതുകൊണ്ട് തന്നെ യൂത്ത് ഗ്രന്ഥി എന്നൊക്കെ പറയുന്നത് ഈ സംഭവത്തിനെയാണ്. ദിസ് ഗ്ലാൻഡ് സെക്രേറ്റ്സ് പെപ്റ്റൈഡ് ഹോർമോൺസ് കോൾഡ് തൈമോസിൻസ്. തൈമോസിൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. ഈ തൈമോസിൻ ഉണ്ടല്ലോ, T ലിംഫോസൈറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടിയ കാര്യമാണ്. നമ്മൾ പ്രതിരോധ വ്യവസ്ഥ പഠിക്കും. അപ്പം അങ്ങനെ ഈ T ലിംഫോസൈറ്റ്സിന്റെ ഒക്കെ
ഡിഫറൻസിയേഷനിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആന്റിബോഡിയുടെ പ്രൊഡക്ഷനിലും റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ തൈമോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു യൂത്ത് കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രന്ഥിയുടെ പരിപാടി നിർത്തും. ഓക്കെ, അതുകൊണ്ട് ഈ ഓൾഡർ പേഴ്സൺസിനൊക്കെ ഈ അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ കുറയാൻ കാരണം ഈ ഒരു ഗ്രന്ഥിയുടെ ഇല്ലായ്മ കൂടി ആണ്. യുവത്വ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് തൈറോക്സിൻ ആണ്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡ് മുതലേ പിന്നെ എടുക്കാട്ടോ, നാളെ എങ്ങനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, കുറച്ചധികം ഉണ്ട്, അത്രയും ആരോഗ്യമില്ല. ഓക്കെ, അപ്പൊ ഇനി മുതൽ ഞാൻ ഈ എന്താ പറയാ ഈ ക്ലാസ് ഇതൊക്കെ എടുത്ത് ടെലഗ്രാമിൽ സ്റ്റാറ്റസ് ഇടുന്ന പരിപാടി പോലും നിർത്തി. പ്രൊമോഷൻ പരിപാടിയൊന്നും ഇനി ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, എന്താ ക്ലാസ് ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതായത് അത്രയും പേര് വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇനി പരീക്ഷ വരെ പ്രൊമോട്ട് ചെയ്യാനൊന്നും ഇല്ല. പക്ഷെ എന്റെ കുട്ടികൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന എന്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി എല്ലാതും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, ഒത്തിരി താങ്ക്സ്, പിന്നെ കാണാം.